എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലെമൺ റൈസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്നതും അതുപോലെ ട്രെയിനിലൊക്കെ നമ്മൾ 2 ദിവസം യാത്ര ചെയ്യുവാണെങ്കിൽ ഈ ലെമൺ റൈസ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം കേട്ടോ. കാരണം ഇത് ചീത്തയാവത്തില്ല, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതിലൊരു അച്ചാറോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ഈ ടേസ്റ്റോട് കൂടി ലെമൺ റൈസ് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കിയാലോ. ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, തീ കുറച്ച് വെച്ച് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഓപ്ഷനിലാട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഞാനൊരു 1/4 കപ്പ് കപ്പലണ്ടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കപ്പലണ്ടിയും കാഷ്നട്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുമാണ് അതും ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ 2 വറ്റൽമുളക് മുറിച്ചെടുത്തതാണ്, അതും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയത്തിലിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയേ. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ലെമൺ റൈസിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി അരിയാണ്. 1 കപ്പ് ബസുമതി അരി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. എന്നിട്ട് ഇത് കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഉപ്പിട്ടിട്ട് തിളയ്ക്കുമ്പോൾ ഈ അരിയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ 90% വേവിച്ചെടുത്ത ചോറാണിത്. വേവിച്ച് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് നിരത്തിയിട്ട് കൊടുക്കുക. തണുത്ത് കഴിയുമ്പം നമുക്കിതിനെ എടുക്കാവുന്നതാണ് കേട്ടോ. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞ് ചോറ് പോകരുത്, പ്രത്യേകം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന കാഷ്നട്ടും കപ്പലണ്ടി എല്ലാം ഉണ്ടല്ലോ, അതിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പേര് പോലെ തന്നെ നമ്മളിതിലോട്ട് ലെമൺ ഒഴിച്ച് കൊടുത്തില്ല. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നാരങ്ങയുടെ ആ ഒരു പുളിയൊക്കെ ഇതിൽ മുന്നിൽ നിൽക്കണം, അന്നേരമാണ് ഇതിന് ടേസ്റ്റും കിട്ടുന്നത് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് നോക്കുക, ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. കാരണം ഈ റൈസിലോട്ടൊക്കെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് പിടിക്കണമല്ലോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് പുളി മുന്നിൽ നിൽക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നും. അതെന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പുളിയൊക്കെ ഈ ചോറ് പിടിച്ച് പുളിയൊക്കെ ഇല്ലാതാവും കേട്ടോ. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഈ ചോറ് ഉപയോഗിക്കാവൂ കേട്ടോ. ഇതൊരു 15 മിനിറ്റ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു പപ്പടത്തിൻ്റെ കൂടോ ഒരു നാരങ്ങ അച്ചാറിൻ്റെ കൂടോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സോയാ ചങ്ക്സ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് സോയാ ചങ്ക്സ് ഫ്രൈ കൂടെ കൂട്ടി കൊടുക്കുമ്പം അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെടുമല്ലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് സോയാ ചങ്ക്സ് ഫ്രൈ. അത് ചായയുടെ കൂടെ ആയാലും അല്ല സ്നാക്സ് ആയിട്ടാണെങ്കിലും എങ്ങനെ കഴിക്കാനും, ഇതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളി ഒരു സംഭവം തന്നെയാണിത് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതുപോലെ എൻഡ് സ്ക്രീനിലും കൊടുത്തിരിക്കാം കേട്ടോ. അത് കാണാൻ താല്പര്യമുള്ളവർ അത് പോയി കാണുക. അതുപോലെ ഞാൻ ഷോർട്സ് ആയിട്ടും ഇത് ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ലെമൺ റൈസ്, പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലൊക്കെ 1-2 ദിവസമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ലെമൺ റൈസ് കൊണ്ടുപോകാം. അത് ചീത്തയായി പോകത്തില്ല. അതുപോലെ കുട്ടികൾക്ക് ഇതുപോലെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും കുഞ്ഞുങ്ങൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചൊക്കെ കൊടുത്തു വിട്ടാൽ അവർക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.